നമസ്കാരം. ഇന്ന് നമ്മൾ ഒരു അസാധാരണ ജീവിതയാത്രയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഒരു വ്യക്തിയുടെ അനുഭവങ്ങൾ എങ്ങനെ ഒരു വലിയ സംരംഭത്തിന് പ്രചോദനമാകും എന്നതിനെക്കുറിച്ച്. അതെ, നമ്മൾ സംസാരിക്കുന്നത് മോഹനകൃഷ്ണൻ MTയെ കുറിച്ചാണ്. മുൻ സൈനികൻ, NSG കമാൻഡോ, പിന്നെ UN പ്രവർത്തകൻ, യോഗ പരിശീലകൻ, അങ്ങനെ പല മേഖലകളിലും പ്രവർത്തിച്ച ഒരാൾ. ശരിയാണ്. ഇന്ത്യൻ ആർമിയിൽ 19 വർഷം, അതിൽ തന്നെ 5 വർഷം NSG കമാൻഡോ. അത് കഴിഞ്ഞ് 10 വർഷത്തോളം UN ഭാഗമായിട്ട് യുദ്ധഭൂമികളിലൊക്കെ പ്രവർത്തിച്ചു. ശ്രീലങ്ക, ജോർദാൻ, കെനിയ പോലുള്ള സ്ഥലങ്ങളിൽ. അതും ഈ പൊട്ടിത്തെറിക്കാത്ത സ്ഫോടക വസ്തുക്കൾ നിർവീര്യമാക്കുന്നതൊക്കെ പോലെയുള്ള ജോലികൾ. അതിനുശേഷമാണ് അദ്ദേഹം യോഗ പരിശീലകൻ, ഒരു ലൈഫ് സ്കിൽസ് എക്സ്പേർട്ട് ഒക്കെ ആയി മാറുന്നത്. അദ്ദേഹം സ്ഥാപിച്ച കഴിവ് അഥവാ KAZIVE എന്ന അക്കാഡമിയെ കുറിച്ചും അതിന്റെ തത്വങ്ങളെക്കുറിച്ചുമാണ് നമ്മൾ ഇന്ന് കൂടുതലായി അറിയാൻ ശ്രമിക്കുന്നത്. തീർച്ചയായും. കാരണം ഇതൊരു സാധാരണ സ്റ്റോറിയല്ല. ഒരു സൈനികന്റെ അച്ചടക്കം, യുദ്ധമുഖത്തെ അനുഭവങ്ങൾ, പിന്നെ യോഗയുടെ തത്വങ്ങൾ. അതെ, അതിലേക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കൂടി വരുന്നു. അതാണ് അതിലെ ഒരു പ്രധാന കാര്യം. AI, യോഗ, ലൈഫ് സ്കിൽസ് ഇതെല്ലാം ഒരുമിപ്പിച്ച് മനുഷ്യരാശിയെ ഉയർത്തുക എന്നൊരു വലിയ ലക്ഷ്യമാണ് അദ്ദേഹത്തിനുള്ളത്. ഒരു ലോകം, ഒരു നമ്പർ, ഒരു വിദ്യാഭ്യാസം, അങ്ങനെ ഒരു വിഷനും അദ്ദേഹം മുന്നോട്ട് വെക്കുന്നുണ്ട്. അപ്പോ നമുക്ക് അദ്ദേഹത്തിന്റെ ആ പശ്ചാത്തലത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. 19 വർഷത്തെ സൈനിക സേവനം, പ്രത്യേകിച്ചും NSG കമാൻഡോ അനുഭവം, അത് അദ്ദേഹത്തെ എങ്ങനെയാവും രൂപപ്പെടുത്തിയിട്ടുണ്ടാവുക? അതൊരു വല്ലാത്തൊരു പരിശീലനം തന്നെയാണല്ലോ. അങ്ങേയറ്റത്തെ അച്ചടക്കം, ധൈര്യം, പിന്നെ പ്രതിസന്ധികളെ നേരിടാനുള്ള കഴിവ്, ഒരു ടീമായി പ്രവർത്തിക്കാനുള്ള കഴിവ്, ഇതൊക്കെ ആ കാലഘട്ടത്തിൽ നിന്ന് കിട്ടിയിട്ടുണ്ടാവും. വെറും ശാരീരികമായ ഒന്നല്ല, മാനസികമായ ഒരു ദൃഢത കൂടി ആവശ്യമുണ്ടല്ലോ അതിന്. തീർച്ചയായും. ആ ഒരു ഡിസിപ്ലിൻ അതൊരു ജീവിത രീതിയായി മാറിയിട്ടുണ്ടാവും. പിന്നീട് അദ്ദേഹം പോയത് തീർത്തും വ്യത്യസ്തമായ ഒരു ഫീൽഡിലേക്കാണ്. അതെ, UN പ്രവർത്തനം, യുദ്ധത്തിന്റെ കെടുതികൾ നേരിട്ട് കാണുന്ന, അതിന്റെ ഇരകളോടൊപ്പം പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യം. മലപ്പുറം കാടാമ്പുഴ സ്വദേശിയായ ഒരാൾക്ക് ഇതൊക്കെ നൽകുന്ന കാഴ്ചപ്പാട് വലുതായിരിക്കുമല്ലോ. ശരിയാണ്. ഒരു വശത്ത് കമാൻഡോയുടെ ആ ഒരു കാർക്കസ്യം, കൃത്യനിഷ്ഠ, മറുവശത്ത് യുദ്ധത്തിന്റെ ആ ഭീകരതയും മനുഷ്യരുടെ കഷ്ടപ്പാടും കാണുമ്പോഴുണ്ടാകുന്ന ഒരു മാനുഷികമായ തലം. ഈ 2 അനുഭവങ്ങളും ചേർന്നായിരിക്കാം ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ ലക്ഷ്യങ്ങൾക്ക് ഒരു അടിസ്ഥാനമിട്ടത്. ഈ സുരക്ഷ, ആരോഗ്യം, സന്തോഷം, ഇതൊക്കെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത്. അതുതന്നെ. വ്യക്തികളെയും സമൂഹങ്ങളെയും ശാക്തീകരിക്കണമെന്ന ചിന്ത ഒരുപക്ഷെ അവിടെ നിന്നാവാം കൂടുതൽ ശക്തമായത്. അപ്പോ ഈ പശ്ചാത്തലത്തിലാണ് കഴിവ് അഥവാ KAZIVE ഇന്റർനാഷണൽ ലൈഫ് സ്കിൽസ് ഡെവലപ്മെന്റ് ആൻഡ് സർവേ അക്കാഡമി വരുന്നത്. എന്താണ് ഈ കഴിവ് എന്നതുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത്? പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഓരോരുത്തരുടെയും ഉള്ളിലുള്ള കഴിവ് കണ്ടെത്തുക, പ്രശ്നങ്ങൾ തിരിച്ചറിഞ്ഞ് ആ കഴിവുകൾ ഉപയോഗിച്ച് അതിന് പരിഹാരമുണ്ടാക്കാൻ അവരെ പ്രാപ്തരാക്കുക. അതാണ് അടിസ്ഥാന ആശയം. ഇതിനവർ ഉപയോഗിക്കുന്ന ടൂൾസ് ആണ് ഈ പറഞ്ഞ യോഗ, AI, ലൈഫ് സ്കിൽസ് എന്നിവ. അതെ, ഈ 3 കാര്യങ്ങൾ ചേർത്താണ് അവരത് ചെയ്യുന്നത്. യോഗ എന്ന പ്രാചീന ഭാരതീയ ജ്ഞാനം, AI എന്ന ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യ, പിന്നെ ജീവിതത്തിൽ അത്യാവശ്യമായ ലൈഫ് സ്കിൽസ്. ഇത് 3ഉം ബ്ലെൻഡ് ചെയ്ത് ഒരു ഹോളിസ്റ്റിക് അപ്രോച്ച്, ജനനം മുതൽ മരണം വരെയുള്ള ഒരു പഠന രീതിയാണ് അവർ വിഭാവനം ചെയ്യുന്നത്. യോഗയും ലൈഫ് സ്കിൽസും ഓക്കെ, പക്ഷെ ഇതില് AIയുടെ പങ്ക് എന്തായിരിക്കും? എങ്ങനെയായിരിക്കും അവർ AI ഉപയോഗിക്കുന്നത്? അത് കൃത്യമായിട്ട് നമ്മുടെ കയ്യിലുള്ള വിവരങ്ങളിൽ പറയുന്നില്ല. പക്ഷെ നമുക്ക് ഊഹിക്കാവുന്ന ചില കാര്യങ്ങളുണ്ട്. ഒരുപക്ഷെ ഓരോ കുട്ടിയുടെയും അല്ലെങ്കിൽ വ്യക്തിയുടെയും പഠന രീതി, അവരുടെ കഴിവുകൾ, താല്പര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഒരു പേഴ്സണലൈസ്ഡ് ലേണിംഗ് പാത്ത് ഉണ്ടാക്കാൻ സഹായിക്കുമായിരിക്കും. AI ഉപയോഗിക്കാൻ സാധ്യതയുണ്ട്. ഒരു മാതൃകാ സ്കൂൾ എന്ന ആശയവും അവർക്കുണ്ട്. അതിന്റെ ഭാഗമായി പ്രീ പ്രൈമറി അഡ്മിഷൻ ഒക്കെ തുടങ്ങിയതായും കാണുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് യോഗയിലേക്ക് വരാം. കഴിവ് അക്കാദമിയിൽ യോഗയ്ക്ക് വലിയ പ്രാധാന്യമുണ്ടെന്ന് പറഞ്ഞു. പലർക്കും യോഗ എന്ന് പറഞ്ഞാൽ കുറച്ച് ആസനങ്ങളാണ്. പക്ഷെ ഇവിടെ അതൊരു ജീവിതത്തിന്റെ വഴികാട്ടിയായിട്ടാണ് കാണുന്നത്. എന്തൊക്കെയാണ് യോഗയിലൂടെ കിട്ടുമെന്ന് പറയുന്നത്? ശരിയാണ്. വെറും വ്യായാമം എന്നതിനപ്പുറം ഒരു ജീവിത ദർശനമായിട്ടാണ് അവർ യോഗയെ കാണുന്നത്. അച്ചടക്കം, ബാലൻസ്, ശരീരത്തിന്റെയും മനസ്സിന്റെയും, പിന്നെ ഫോക്കസ് ചെയ്യാനുള്ള കഴിവ്, ആത്മവിശ്വാസം. ആരോഗ്യമുള്ള ശരീരം, നല്ല ദഹനം, സ്നേഹിക്കാനും ബഹുമാനിക്കാനുമുള്ള കഴിവ്, ഇതൊക്കെ പറയുന്നുണ്ട്. അതുപോലെ ജ്ഞാനം,
മനസ്സമാധാനം, ശരിയും തെറ്റും തിരിച്ചറിയാനുള്ള കഴിവ്, മെന്റൽ സ്ട്രെങ്ത്, ഇതൊക്കെ യോഗയിലൂടെ കിട്ടുമെന്നാണ് അവരുടെ കാഴ്ചപ്പാട്. ഇത് കൂടാതെ സ്വാതന്ത്ര്യം, സന്തോഷം, സമാധാനം, സുരക്ഷിതത്വം, സാമ്പത്തിക ഭദ്രത, സാമൂഹിക പിന്തുണ, ഈ കാര്യങ്ങളും പറയുന്നു. അതെങ്ങനെയാണ് യോഗയുമായി ബന്ധപ്പെടുന്നത്? അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. ഇവിടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് നമ്മുടെ തന്നെ പരിമിതികളിൽ നിന്നുള്ള മോചനമാണ്. നമ്മുടെ ചിന്തകളുടെ, ശീലങ്ങളുടെ ഒക്കെ കെട്ടുകളിൽ നിന്നുള്ളൊരു മോചനം. ഓക്കേ. സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് പുറത്തുള്ള കാര്യങ്ങളെ ആശ്രയിക്കാതെ അകത്തുനിന്ന് വരുന്നൊരു സംതൃപ്തി. സമാധാനം എന്നത് മനസ്സിന്റെ ഒരു ശാന്തത. സുരക്ഷിതത്വം ശാരീരികവും മാനസികവുമായൊരു കരുത്ത്. സാമ്പത്തിക ഭദ്രതയും സഹായവും. സാമ്പത്തിക ഭദ്രത വരുന്നത് ഒരുപക്ഷെ ആ അച്ചടക്കത്തിലൂടെയും നല്ല തീരുമാനങ്ങൾ എടുക്കുന്നതിലൂടെയും ജീവിതം മെച്ചപ്പെടുത്താനുള്ള കഴിവിലൂടെ ആവാം. സഹായം എന്നത് നല്ല ബന്ധങ്ങൾ സ്ഥാപിക്കുന്നതിലൂടെ കിട്ടുന്ന പിന്തുണയാണ്. പിന്നെ കുട്ടികളുടെ കാര്യത്തിൽ അവർ പറയുന്നത് യോഗ മത്സരബുദ്ധിയല്ല വളർത്തുന്നത്, മറിച്ച് സ്വയം മെച്ചപ്പെടുത്താനുള്ള ഒരു ശ്രമമാണ്. പ്രതിരോധശേഷി, ഏകാഗ്രത, ഇവയൊക്കെ കുട്ടികളിൽ വളർത്താനും യോഗ സഹായിക്കും എന്നും പറയുന്നു. അതെ. അപ്പോ യോഗ എന്നത് ഒരു സമഗ്രമായ കാര്യമായാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. വളരെ വ്യക്തമായി. ഇനി കഴിവ് അക്കാദമിയുടെ ആ ഒരു ഏറ്റവും സവിശേഷമായ ഭാഗത്തേക്ക് കടക്കാം. യോഗ ജീവിതത്തിന്റെ എ മുതൽ Z വരെ 30 തത്വങ്ങൾ. കേൾക്കുമ്പോൾ തന്നെ ഒരു കൗതുകമുണ്ട്. ഇതൊന്ന് വിശദീകരിക്കാമോ? തീർച്ചയായും. ഇതൊരു പ്രാക്ടിക്കൽ ഗൈഡ് പോലെയാണ്. വ്യക്തിഗത വികാസത്തിനുള്ള 30 തത്വങ്ങൾ, ഇംഗ്ലീഷ് അക്ഷരമാലയിലെ 26 അക്ഷരങ്ങൾക്ക് ഓരോ തത്വം, പിന്നെ 4 പ്രധാനപ്പെട്ട യോഗ മാർഗങ്ങളും, മൊത്തം 30. അപ്പോ ഓരോ ദിവസവും ഇതിലൊന്ന് ഫോക്കസ് ചെയ്യുക എന്നതാണോ രീതി? അതെ. പഠിക്കുക, അതിനെക്കുറിച്ച് ചിന്തിക്കുക, അത് പ്രവൃത്തിയിൽ കൊണ്ടുവരാൻ ശ്രമിക്കുക. അതാണ് രീതിശാസ്ത്രം. നമുക്ക് ആ തത്വങ്ങൾ ഓരോന്നായിട്ടൊന്ന് നോക്കാം. ഓക്കെ. ഒന്നാമത്തത് A for ആക്ഷൻ. വെറുതെ ഇരിക്കാതെ പ്രവർത്തിക്കുക. നമ്മുടെ ഉദ്ദേശ്യങ്ങളെ പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരിക. രണ്ടാമത്തേത് B for ബിലീവ്. വിശ്വാസം. സ്വയത്തിലും മറ്റുള്ളവരിലുമുള്ള വിശ്വാസം. C for കമ്മ്യൂണിക്കേഷൻ. ആശയവിനിമയം. നല്ല രീതിയിൽ സംസാരിക്കാനും കേൾക്കാനും പഠിക്കുക. D for ഡിസിപ്ലിൻ. അച്ചടക്കം. സ്വയം നിയന്ത്രണവും ചിട്ടയായ ജീവിതവും. E for എക്സസൈസ്. വ്യായാമം. ശാരീരിക ആരോഗ്യത്തിന് പ്രാധാന്യം നൽകുക. F for ഫോക്കസ്. ഏകാഗ്രത. ചെയ്യുന്ന കാര്യത്തിൽ ശ്രദ്ധിക്കുക. G for ഗുണാസ്. ഗുണങ്ങൾ. ഇവിടെ ഉദ്ദേശിക്കുന്നത് നല്ല ഗുണങ്ങൾ വളർത്തുക എന്നതാണ്. ഐക്യം, ശുദ്ധി, സന്തുലനം തുടങ്ങിയവ. H for ഹെൽത്ത്. ആരോഗ്യം. ശാരീരികവും മാനസികവുമായ ആരോഗ്യം ശ്രദ്ധിക്കുക. I for ഇൻസൈറ്റ്. ഉൾക്കാഴ്ച. അനുഭവങ്ങളിൽ നിന്ന് പഠിക്കാനും മനസ്സിലാക്കാനുമുള്ള കഴിവ്. J for ജോയിൻ. പങ്കുചേരുക. കുടുംബത്തിലും സമൂഹത്തിലും സജീവമായി ഇടപെടുക. K for നോളജ്. അറിവ്. എപ്പോഴും പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുക. L for ലൈഫ് ലൈൻ. ഒരു താങ്ങ്. മറ്റുള്ളവർക്ക് വൈകാരിക പിന്തുണ നൽകുക, സ്വീകരിക്കുക. M for മാനേജ്മെന്റ്. കാര്യക്ഷമമായി കൈകാര്യം ചെയ്യുക. സമയം, ഊർജം, പണം ഒക്കെ പാഴാക്കാതെ ഉപയോഗിക്കുക. N for നാച്ചുറൽ. പ്രകൃതിയോട് ഇണങ്ങുക. പ്രകൃതിയെ സംരക്ഷിക്കുക. O for ഔട്ട്ലുക്ക്. ശുഭപ്രതീക്ഷ. ജീവിതത്തെ പോസിറ്റീവായി കാണുക. P for പ്രൊഡക്ടിവിറ്റി. ഉൽപാദനക്ഷമത. സമയം നന്നായി ഉപയോഗിച്ച് കാര്യങ്ങൾ ചെയ്യുക. Q for ക്വസ്റ്റ്യൻ. ചോദ്യം ചെയ്യുക. എന്തിനേയും അറിയാനുള്ള ആകാംക്ഷ. R for റെസ്പെക്ട്. ബഹുമാനം. സ്വയം ബഹുമാനിക്കുക, മറ്റുള്ളവരെയും ബഹുമാനിക്കുക. S for സേഫ്റ്റി. സുരക്ഷ. സ്വന്തം സുരക്ഷയും മറ്റുള്ളവരുടെ സുരക്ഷയും ഉറപ്പാക്കുക. T for ടാലന്റ്. കഴിവ്. സ്വന്തം കഴിവുകൾ തിരിച്ചറിഞ്ഞ് വളർത്തുക. U for അപ്ഗ്രേഡേഷൻ. മെച്ചപ്പെടുത്തൽ. നിരന്തരമായി സ്വയം നവീകരിക്കുക. V for വെർച്വൽ. സാങ്കേതിക വിദ്യ. ടെക്നോളജിയെ നല്ല കാര്യങ്ങൾക്കായി ഉപയോഗിക്കുക. W for വിസ്ഡം. വിവേകം. അറിവിനപ്പുറമുള്ള അനുഭവജ്ഞാനം. X for എക്സ് ഫാക്ടർ. തനിമ. നിങ്ങളെ വ്യത്യസ്തനാക്കുന്ന ആ ഒരു പ്രത്യേക കഴിവ്. Y for yield. ഫലം. നമ്മുടെ പ്രയത്നങ്ങളുടെ നല്ല ഫലങ്ങളെ അംഗീകരിക്കുക. അവസാനമായി Z for സീൽ. ഉത്സാഹം. ജീവിതത്തെ ആവേശത്തോടെ സമീപിക്കുക. അതെ, ഇതാണ് 26 അക്ഷരങ്ങൾക്കുള്ള തത്വങ്ങൾ. ഇതൊരു വലിയ ലിസ്റ്റ് തന്നെയാണല്ലോ.
ശരിക്കും പറഞ്ഞാൽ ജീവിതത്തിലെ ഒട്ടുമിക്ക കാര്യങ്ങളും ഇതിൽ വരുന്നുണ്ട്. ഇത് കൂടാതെ 4 യോഗമാർഗങ്ങളും ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അതെന്തൊക്കെയാണ്? അതെ, ഈ 26 പൂർണ്ണമാക്കുന്ന 4 യോഗമാർഗങ്ങൾ കൂടിയുണ്ട്. 27 കർമ്മയോഗം. നമ്മൾ ചെയ്യുന്ന ജോലി ഒരു ആരാധന പോലെ ഫലമിച്ഛിക്കാതെ ചെയ്യുക, അർത്ഥവത്തായ പ്രവൃത്തികളിൽ മുഴുകുക. ഓക്കെ, വേർഷിപ്പ് എന്നും കൊടുത്തിട്ടുണ്ട്. അത് ദൈവത്തോടോ ആശയങ്ങളോടോ മനുഷ്യബന്ധങ്ങളിലോ ആകാം. 29 ജ്ഞാനയോഗം, കോൺഷ്യസ്നെസ്. അറിവിലൂടെയും വിവേകത്തിലൂടെയും സത്യം മനസ്സിലാക്കാൻ ശ്രമിക്കുക, ബോധ നിലവാരം ഉയർത്തുക. 30 രാജയോഗം, റോയൽ ലൈഫ്. മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിക്കുന്ന പാത. ഒരു രാജകീയ മനോഭാവത്തോടെ, അതായത് അന്തസ്സോടെ, ആത്മാഭിമാനത്തോടെ, മികവോടെ ജീവിക്കുക. അപ്പോ ഈ 30 തത്വങ്ങൾ, ഇതാണ് ജീവിതത്തിന്റെ A മുതൽ Z വരെ. ഇത് ദിവസവും പ്രാക്ടീസ് ചെയ്യുന്നത് വ്യക്തിഗത വളർച്ചയ്ക്ക് ഒരുപാട് സഹായിക്കും എന്നാണ് അവർ പറയുന്നത്. അത് തന്നെ, ഇതൊരു ടൂൾ കിറ്റ് പോലെയാണ്. വളർച്ചയ്ക്കും സന്തോഷത്തിനും പ്രതിരോധശേഷിക്കും വേണ്ടിയുള്ള തന്ത്രങ്ങൾ. ഇത് വ്യക്തിഗത തലത്തിൽ ഒതുങ്ങുന്നില്ല. കഴിവ് അക്കാദമിക്ക് ചില സാമൂഹിക ലക്ഷ്യങ്ങൾ കൂടി ഉണ്ടല്ലോ. എന്തൊക്കെയാണവ? കുറഞ്ഞ സമയം പഠിച്ച് കൂടുതൽ ബോധമുള്ളവരാവുക, ആരോഗ്യകരമായ ജീവിതശൈലി, ചിന്തിക്കുന്ന പൗരന്മാരെ ഉണ്ടാക്കുക, മാനസികവും ശാരീരികവുമായ ആരോഗ്യമുള്ള തലമുറയെ വളർത്തുക, നല്ല ബന്ധങ്ങൾ വളർത്തുക, ഓരോരുത്തർക്കും ഇഷ്ടപ്പെട്ട ജോലി കണ്ടെത്താൻ സഹായിക്കുക, സമ്പത്ത് ഉണ്ടാക്കാനും അത് നല്ല രീതിയിൽ ഉപയോഗിക്കാനും പഠിപ്പിക്കുക, ജൈവ കൃഷി പ്രോത്സാഹിപ്പിക്കുക, ലഹരി ഉപയോഗം ഇല്ലാതാക്കുക, പിന്നെ ജീവസ്നേഹം, ദേശസ്നേഹം, പ്രകൃതി സ്നേഹം ഇതൊക്കെ വളർത്തുക. അതെ, എല്ലാം കൂടി ചേർന്ന് വരുമ്പോൾ കൂടുതൽ ബോധവാന്മാരും ആരോഗ്യവാന്മാരും സന്തോഷമുള്ളവരുമായ ഒരു സമൂഹം. അതാണ് ലക്ഷ്യം. കുട്ടികളുടെ കാര്യത്തിൽ പ്രായത്തിനനുസരിച്ചുള്ള ഒരു പഠന രീതിയും അവർ പിന്തുടരുന്നുണ്ടെന്ന് കണ്ടു. 2 വയസ്സ് മുതൽ 15 വയസ്സ് വരെ പല ഘട്ടങ്ങളായി തിരിച്ചിരിക്കുന്നു. അതെ, ഓരോ പ്രായത്തിലും കുട്ടികൾ പഠിക്കുന്ന രീതി വ്യത്യസ്തമാണല്ലോ. 2-3 വയസ്സിൽ കണ്ടും കേട്ടും പഠിക്കുക. 4-6 വയസ്സിൽ സാമൂഹിക നിയമങ്ങൾ മനസ്സിലാക്കുക, കളികളിലൂടെയൊക്കെ. 7-9 വയസ്സിൽ സ്വന്തം ഇഷ്ടങ്ങൾ തിരിച്ചറിയുക. 10-15 വയസ്സിൽ ഇഷ്ടമുള്ള വിഷയങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക, കുറച്ചുകൂടി ആഴത്തിൽ പഠിക്കുക. അവസാനം 15 വയസ്സാവുമ്പോഴേക്കും സമൂഹത്തിനു വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ കഴിവുള്ള പൗരന്മാരായി അവരെ മാറ്റുക. അതെ, അതാണ് ആ ഒരു ഘടനയുടെ ലക്ഷ്യം. അപ്പോ നമ്മൾ ഇന്ന് കണ്ടത് മോഹനകൃഷ്ണൻ MT എന്ന വ്യക്തിയുടെ ആ ഒരു അസാധാരണമായ ജീവിതാനുഭവങ്ങൾ. NST കമാൻഡോ മുതൽ UN പ്രവർത്തകൻ വരെയുള്ള യാത്ര, അതെങ്ങനെയാണ് കഴിവ് എന്ന സ്ഥാപനത്തിനും അതിന്റെ A to Z എന്ന തത്വത്തിനും അടിസ്ഥാനമായതെന്നാണ്. ശരിയാണ്. യോഗ, ലൈഫ് സ്കിൽസ്, AI ഇവയെല്ലാം സമന്വയിപ്പിച്ച് വ്യക്തികളെയും അതുവഴി സമൂഹത്തെയും മാറ്റിയെടുക്കാനുള്ള ഒരു ശ്രമം. ഈ A to Z ചട്ടക്കൂട് ഇത് കേൾക്കുന്നവർക്ക് ഒന്ന് ആലോചിക്കാവുന്നതാണല്ലേ? തീർച്ചയായും. ഇതൊരു കണ്ണാടി പോലെ നോക്കാം. ഈ 30 തത്വങ്ങളിൽ ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രസക്തമായത് ഏതാണ്? എവിടെയാണ് നിങ്ങൾക്ക് കൂടുതൽ ശ്രദ്ധ വേണ്ടത്? ഒരുപക്ഷെ അത് M ഫോർ മാനേജ്മെന്റ് ആകാം, അല്ലെങ്കിൽ O ഫോർ ഔട്ട്ലുക്ക് ആകാം, അല്ലെങ്കിൽ R ഫോർ റെസ്പെക്റ്റ് ആകാം. സ്വയം വിലയിരുത്താനും ചെറിയ മാറ്റങ്ങൾ വരുത്താനും ഇതൊരു നല്ല ടൂളാണ്. അതെ, സ്വയം മെച്ചപ്പെടുത്താനുള്ള ഒരു യാത്രയിൽ ഇതൊരു നല്ല വഴികാട്ടിയാണ്. ഈ സംരംഭത്തെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുള്ളവർക്ക് വിവരങ്ങൾ ലഭ്യമാണ്. മോഹനകൃഷ്ണൻ എല്ലാവരുടെയും സഹകരണവും തേടുന്നുണ്ട്. കഴിവ് എല്ലായിടത്തുമുണ്ട്. അതിനെ പരിപോഷിപ്പിക്കാൻ ശരിയായ പ്ലാറ്റ്ഫോമുകൾ വേണമെന്നും നമുക്ക് ഒന്നിച്ച് ബോധപൂർവമായ അറിവിന്റെ പാതയിൽ സമൂഹത്തിനായി ഒരു പുതിയ യുഗം സൃഷ്ടിക്കാം എന്നുമുള്ള അദ്ദേഹത്തിന്റെ വാക്കുകളോടെ നമുക്ക് ഇന്നത്തെ ഈ വിശകലനം അവസാനിപ്പിക്കാം. ശരി.